അങ്ങനെ അല്ലാത്ത ആളുകൾ ഈ സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് എടുത്താൽ അവർക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉദ്ദേശിക്കുന്ന പോലെ കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ അവർക്ക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോർ ബ്രാഞ്ച് എടുക്കുന്നവരെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും എന്ന് അനുഭവസ്ഥർ സാക്ഷ്യം പറയുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ കൂടെ പരിഗണിക്കുക. ആവശ്യമാണെങ്കിൽ മാത്രം അത്തരം ചോയ്സുകൾ നടത്തുക. നമസ്കാരം, സെബാസ്റ്റ്യനാണ്. കീം 2025 ബന്ധപ്പെട്ട് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സെക്കൻഡ് അലോട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളാണ്. ഒന്നാം ഘട്ട അലോട്ട്മെന്റിൽ കിട്ടിയ കോഴ്സും കോളേജും തന്നെ മതി, ഇനി അങ്ങോട്ടൊന്നും വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. നേരെ മറിച്ച് ഒന്നാം ഘട്ട അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു കോളേജും കോഴ്സും കിട്ടി, അതിനേക്കാൾ മെച്ചപ്പെട്ട കോളേജോ കോഴ്സോ ഇനി ഓപ്ഷൻ ലിസ്റ്റിലുണ്ട്, അവ കൂടി പരിഗണിച്ചുകൊണ്ട് സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടുകയാണെങ്കിൽ ആ കോളേജിൽ അഡ്മിഷൻ എടുക്കാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഓപ്ഷൻ ലിസ്റ്റ് പരിശോധിക്കണം. അതിനാവശ്യമായ പുനഃക്രമീകരണങ്ങൾ നടത്തണം. അതിനനുസരിച്ച് എല്ലാം ചെയ്തതിന് ശേഷം അവസാന ഘട്ടമായിട്ട് ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യണം. അത് 28-ാം തീയതിക്ക് മുന്നേ ചെയ്യണം. ഇനി മറ്റൊരു വിഭാഗം കുട്ടികളുണ്ട്. അവർ പല രീതിയിലുള്ള ഓപ്ഷൻസ് വെച്ചു, 100-ലധികം ഓപ്ഷൻസ് വെച്ചു. പക്ഷെ എന്നിട്ടും അവർക്ക് ഒന്നാം ഘട്ടത്തിൽ ഒരു അലോട്ട്മെന്റ് വന്നിട്ടില്ല. ഓപ്ഷൻ ലിസ്റ്റിലെ ഓപ്ഷനുകളുടെ എണ്ണമല്ല പ്രധാനം, നമ്മളുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ എത്രത്തോളം നമുക്ക് അലോട്ട്മെന്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വെച്ച ഓപ്ഷനുകൾ പ്രകാരമായിരിക്കും ഇപ്പോൾ അലോട്ട്മെന്റ് വന്ന പലർക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ അല്ലാതെ തനിക്ക് തോന്നിയതുപോലെ ഏതെങ്കിലുമൊക്കെ ഓപ്ഷൻസ് വെച്ച ചില കുട്ടികൾക്ക് അലോട്ട്മെന്റ് വരാതിരുന്നിട്ടുണ്ട്. അപ്പൊ ഇതുവരെ അലോട്ട്മെന്റ് ഒന്നും വരാത്തൊരു കുട്ടിയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുക. തങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ഏതൊക്കെ കോളേജുകളാണെന്ന് നോക്കുക. ഒന്നാം ഘട്ട അലോട്ട്മെന്റിൽ വന്നപ്പോൾ റാങ്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കുക. തങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ആവശ്യമാണെങ്കിൽ ഒരു എക്സ്പേർട്ടിന്റെ സഹായം തേടുക. അപ്പോൾ ഒന്നാം ഘട്ടത്തിൽ ഇതുവരെ അലോട്ട്മെന്റ് ഒന്നും കൺഫേം ആയി വരാത്ത കുട്ടികൾക്ക് രണ്ടാം ഘട്ടത്തിൽ അവരുടെ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കിട്ടാൻ സാധ്യത കൂടുതലുള്ള രീതിയിൽ ആ ഓപ്ഷൻസിനെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കി ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുക. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായ ഈ 3 കാറ്റഗറിയിലുള്ള ആളുകളുടെ കോളുകളാണ് ഞാൻ രാവിലെ മുതൽ ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഓപ്ഷൻ ലിസ്റ്റിൽ വേറെയും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പൊ ചില കുട്ടികളുണ്ട്, അവർക്ക് ഒന്നാം ഘട്ട അലോട്ട്മെന്റിന്റെ ഭാഗമായിട്ട് കുറഞ്ഞ ഫീസ്, ഫീ വേവർ കാറ്റഗറിയിലുള്ള കുറഞ്ഞ ഫീസിൽ അലോട്ട്മെന്റ് വന്നു. അവര് ഒന്നാം ഘട്ടത്തിലെ ആ അലോട്ട്മെന്റ് കിട്ടിയ കോളേജ് താല്പര്യമൊക്കെ തന്നെയാണ്, പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട കോളേജ് കിട്ടാനായിട്ട് സെക്കൻഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇനിയുള്ളത് കൂടിയ ഫീസിന്റെ ഓപ്ഷൻസ് ആണ് ബാക്കി നിൽക്കുന്നതെങ്കിൽ അവിടെ ഒരു അപകടമുണ്ട്. നിങ്ങളെ കുറഞ്ഞ ഫീസിന്റെ അലോട്ട്മെന്റിൽ നിന്ന് മാറി ഇനി കൂടിയ ഫീസിന്റെ ഏതെങ്കിലും ഒരു സീറ്റിലേക്ക് അലോട്ട്മെന്റ് കിട്ടാനുള്ള സാധ്യതയാണ് തെളിഞ്ഞു വരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? കുറഞ്ഞ ഫീസിൽ നിന്ന് കൂടിയ ഫീസിലേക്ക് ജമ്പ് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെന്റ് മാറിപ്പോവും. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് കൂടിയ ഫീസിൽ അഡ്മിഷൻ എടുക്കേണ്ടി വരും. അപ്പൊ അത് പ്രശ്നമില്ലാത്ത ആളുകളുണ്ട്, അവരെ സംബന്ധിച്ച് ഓക്കെയാണ്. എന്നാൽ ഈ ഫീസും ഒരു പരിഗണനാ വിഷയമാണ് എന്നുള്ളവർ തീർച്ചയായിട്ടും സെക്കൻഡ് അലോട്ട്മെന്റിന് മുന്നേ ഓപ്ഷൻസ് കൺഫേം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ കാര്യങ്ങൾ കൂടെ പരിഗണിക്കുക. ഇനി നേരെ തിരിച്ചുമുണ്ട്. ചില കുട്ടികൾക്ക് ഒന്നാം ഘട്ട അലോട്ട്മെന്റിന്റെ ഭാഗമായിട്ട് ഹയർ ഫീസിലാണ് കിട്ടിയത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളിലെ മെറിറ്റ് ഹയർ ഫീസാണ് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്നത്. ഇനി തൊട്ടു മേലെയായിട്ടുള്ള ഓപ്ഷൻസിൽ മെറിറ്റ് ലോവർ ഫീസിന്റെ ഓപ്ഷൻസ് അവിടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടിയ ഫീസിൽ നിന്ന് കുറഞ്ഞ ഫീസിലേക്ക് വരാനായിട്ട് സെക്കൻഡ് അലോട്ട്മെന്റിൽ ഒരു ശ്രമം നടത്തുക. അവിടെയും കൂടിയ ഫീസിന്റെ ഓപ്ഷൻസ് അവിടെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ മറ്റൊരു കോഴ്സിൽ കൂടിയ ഫീസിലേക്ക് തന്നെ അലോട്ട്മെന്റ് വന്നാൽ ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ കൂടിയ ഫീസിലായിരിക്കും അപ്പോഴും അഡ്മിഷൻ എടുക്കേണ്ടി വരിക. അപ്പൊ ഫീസ് ഒരു കൺസിഡറേഷൻ ആയിട്ടുള്ള കുട്ടികൾ തീർച്ചയായിട്ടും തങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെന്റിനായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓപ്ഷനുകളിൽ ഫീ കൂടുതൽ വരാനുള്ള സാധ്യതയുള്ള ഓപ്ഷനുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ അവ ആവശ്യമില്ലാത്തവയാണെങ്കിൽ മാറ്റാൻ ശ്രമിക്കുക. കഴിഞ്ഞ വർഷവും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അഡ്മിഷൻ സമയത്ത് നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. മിക്കവാറും വർഷങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും. ചില കുട്ടികൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ അവരുടെ ഓപ്ഷൻസ് അങ്ങനെ തന്നെ കൺഫേം ചെയ്ത് വെക്കും. ആദ്യം ഫീ വേവർ സ്കീം ആയിരുന്നു കിട്ടിയത്, പിന്നീട് വന്നപ്പോൾ മെറിറ്റ് ഫുൾ ഫീ ആയി വന്നു. ഫീ വേവർ വന്നപ്പോൾ വളരെ ചെറിയ പൈസ ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന പോലെ പഠിക്കാമായിരുന്നു ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജിൽ. പക്ഷേ രണ്ടാം ഘട്ടത്തിൽ അലോട്ട്മെന്റ് വന്നപ്പോഴത്തേക്ക് മെറിറ്റ് ഫുൾ ഫീയിലേക്ക് മാറി മറ്റൊരു കോഴ്സിലേക്ക് വന്നു. അപ്പോൾ കോഴ്സ് മാറി എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, പക്ഷേ ഫീ വർദ്ധിച്ചു. അപ്പൊ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാവും. അതൊന്ന് പരിശോധിക്കുക. ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇപ്പൊ ചില കുട്ടികൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്നുള്ള ബ്രാഞ്ച് കോർ ബ്രാഞ്ചാണ്, അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിന് പകരം അവര് സെക്കൻഡ് അലോട്ട്മെന്റിലെ ഓപ്ഷൻ ലിസ്റ്റിൽ
സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചുകളാണ് വെക്കുക. ഇപ്പം AI പോലെയുള്ള ബ്രാഞ്ചുകൾ, IoT പോലെയുള്ള ബ്രാഞ്ച്, VLSI പോലെയുള്ള ബ്രാഞ്ചുകളൊക്കെ വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചുകൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ കോർ ബ്രാഞ്ചിലാണ്. ഈ ഹയർ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ പരിഗണിക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും? കോർ ബ്രാഞ്ചിൽ നിന്ന് മാറി സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചിലേക്ക് മാറും. അപ്പം ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ടത് കോർ ബ്രാഞ്ച് ആണോ അതോ സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ആണോ എന്ന് ചോദിച്ചാൽ അവിടെ 2-3 കാര്യങ്ങൾ പരിഗണിക്കണം. സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് എടുക്കുന്നവർ അവരുടെ ഫോക്കസ് ബിടെക് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഇൻഡസ്ട്രിയിലേക്ക് പോയി അതിന്റെ ബെനിഫിറ്റ് പൂർണ്ണമായി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, കാരണം അവർക്ക് ക്യാമ്പസിൽ നിന്ന് ഇറങ്ങി ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഇൻഡസ്ട്രിയിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നവരായിരിക്കും ഒരു മിക്കവാറും ആളുകൾ. അങ്ങനെ അല്ലാത്ത ആളുകൾ ഈ സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് എടുത്താൽ അവർക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് ഉദ്ദേശിക്കുന്ന പോലെ കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ അവർക്ക് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോർ ബ്രാഞ്ച് എടുക്കുന്നവരെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും എന്ന് അനുഭവസ്ഥർ സാക്ഷ്യം പറയുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ കൂടെ പരിഗണിക്കുക. ആവശ്യമാണെങ്കിൽ മാത്രം അത്തരം ചോയ്സുകൾ നടത്തുക. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക. കാരണം ഇത് ഓരോ കുട്ടിക്കും ഓരോ രീതിയിലായിരിക്കും അവരുടെ കൺസിഡറേഷൻസ്, കോഴ്സിന്റെ കാര്യത്തിലും അവരുടെ താല്പര്യങ്ങളിലും അവരുടെ സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഇൻഡസ്ട്രി താല്പര്യങ്ങളും ഒക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പം അതുകൊണ്ടാണ് കോമൺ ആയിട്ട് പറയാത്തത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിക്കുക. രാവിലെ പോലെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പല പല കോളുകൾ വന്നുകൊണ്ട് മാത്രമാണ് ഞാനിത് പറഞ്ഞത്. തീർച്ചയായിട്ടും ഓപ്ഷൻ ലിസ്റ്റ് കൺഫേം ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് വെക്കേണ്ടത് സെക്കൻഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്ന ആളുകളാണ്. സെക്കൻഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കാത്ത ഒരാളും ഇപ്പോൾ കീം പോർട്ടലിൽ ഒന്നും ചെയ്യേണ്ടതില്ല എന്നാണ് കീമിന്റെ ആ വിജ്ഞാപനം വായിച്ചിട്ട് എനിക്ക് മനസ്സിലായത്. അപ്പോൾ കാര്യങ്ങൾ ഭംഗിയായി നടക്കട്ടെ. മറ്റൊരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക്